കഴിഞ്ഞ നമ്മുടെ വിഷു ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ കുറേ നാളിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന് നല്ല റെസ്പോൺസാണ്, പ്രത്യേകിച്ച് നമ്മുടെ ക്ലീനിങ് വീഡിയോ ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്താലോ. ലിവിങ് ഏരിയ ടോട്ടലി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് മാത്രമല്ല, ഇതോടുകൂടി നമ്മുടെ ക്ലീനിങ് വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. കാരണം നാളെ മറ്റന്നാളെ വിഷു ഇങ്ങ് എത്തിയില്ലേ. നമുക്ക് ഈ ലിവിങ് ഏരിയയിലെ സെറ്റിയുടെ കവറും സെറ്റിയുടെ ആ ഒരു കുഷ്യനും ഒക്കെ ഒന്ന് വെയിലത്ത് കൊണ്ടുപോയി വെക്കാം. ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം കുറച്ച് നാളായിട്ടോ സ്കിപ്പ് ചെയ്തിട്ട്. സെറ്റിയുടെ കുഷ്യനൊക്കെ മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അടിയിലും പിറകിലും ആയിട്ട് എന്തോരം പൊടി കിടപ്പുണ്ടെന്ന്. മാത്രമല്ല മാറാലയും ഒക്കെ ആയിട്ട് നല്ല വൃത്തികേടായി കിടക്കുമായിരിക്കും. പിന്നെ വെയിലത്ത് കൊണ്ടുപോയി വെച്ചാൽ തന്നെ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലൊക്കെ അങ്ങ് പോകും കേട്ടോ. ഇന്ന് എനിക്ക് ഹെൽപ്പിന് 2 പേരും ഉണ്ട്. എന്തായാലും വെക്കേഷൻ ആയതുകൊണ്ട് ഭയങ്കര ബോറടിയാന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ കൂടെ അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ അവരുടെ ബോറടിയും മാറും, എൻ്റെ ക്ലീനിങ് പരിപാടിയും നടക്കും. ഒറ്റയ്ക്ക് എടുത്ത് കൊണ്ടുപോകണ്ടെന്ന് അവനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവന് തന്നെ എല്ലാം കൊണ്ടുപോയി പുറത്തിടണം. അപ്പോൾ എല്ലാം ഇതേ നല്ലതുപോലെ വെയിലത്തിട്ടിട്ടുണ്ട്. പിന്നെ ജനലൊക്കെ ഒന്ന് തുടക്കാനായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ പണി പെട്ടെന്ന് നീങ്ങാനും കുറച്ച് എനർജി കിട്ടാനും ആയിട്ട് നല്ല നല്ല പാട്ടുകൾ നമ്മൾ ടി വിയിൽ അങ്ങ് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാൻ നല്ലൊരു എനർജി ഉണ്ടാവും. അപ്പോൾ മക്കളെ ഇഷ്ടപ്പെട്ട പ്ലേലിസ്റ്റ് ആണ് കേട്ടോ ഇന്ന് ടി വിയിൽ പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാട്ടൊക്കെ ആസ്വദിച്ച് നമ്മുടെ ക്ലീനിങ് പരിപാടികൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സെറ്റിയുടെ ആ ഒരു സൈഡൊക്കെ ഞാൻ നല്ലതുപോലെ തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടി വി സ്റ്റാൻഡ് ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഒന്ന് മാറാല തട്ടാനുണ്ട് കേട്ടോ. ഈ ഒരു ഹാളിൽ ലിവിങ് ഏരിയ ഇന്ന് മുഴുവനേ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നത്തേട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കത്തില്ല. അപ്പോൾ ഇതേ ഞാനൊരു വാതിലും അതിൻ്റെ കതകും അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ജനൽ മക്കൾ തുടച്ചിട്ടുണ്ടായി. പിന്നെ ഇതേ നമ്മുടെ ഈ ഒരു സീലിങ്ങിൻ്റെ സൈഡിലൊക്കെ ഇല്ലേ, അതിലും പിന്നെ ഫാനിലൊക്കെ മാറാല ഇട്ടിട്ടുണ്ടായിരുന്നു. മാറാലയല്ല, ഒരുമാതിരി ഒരു കറുത്ത പൊടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി മാറ്റിയിട്ടുണ്ട്. പിന്നെ മാറാലിയൊക്കെ ഒന്ന് അടിച്ചിട്ടുണ്ട്. അധികം ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അത് കയ്യോടെ ഒന്ന് തട്ടി മാറ്റാമെന്ന് വിചാരിച്ചു. ഞാൻ മാസത്തിലോ അല്ലെങ്കിൽ 2-3 ആഴ്ച കൂടുമ്പോഴൊക്കെ ഈ ഒരു മാറാല തട്ടുന്ന പരിപാടി അങ്ങ് ചെയ്യും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതൽ എൻ്റെ വീട്ടിൽ ശീലിച്ചൊരു കാര്യമായിരുന്നു. ഞങ്ങൾ സൺഡേ ആകുന്ന ദിവസങ്ങളിലാണ് ക്ലീനിങ് കൂടുതലുണ്ടാവുക. കാരണം സൺഡേ ആണ് എല്ലാവരും സ്കൂളില്ലാത്തതും ജോലി ഇല്ലാത്തതും അമ്മയച്ഛനൊക്കെ വീട്ടിലുണ്ടാകുന്ന ദിവസങ്ങൾ. അന്നാണ് നമ്മുടെ ജനൽ തൊട്ടൽ, മാറാല തട്ടൽ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അപ്പോൾ അതും ഞാനൊരു റുട്ടീനായിട്ട് തന്നെ അന്നേരം ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു പണികളൊക്കെ എൻ്റെതായിരുന്നു, ഈ ഒരു ക്ലീനിങ് പരിപാടികളൊക്കെ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ വഴിക്ക് പോയി മുഴുവൻ ക്ലീനിങ്ങും ചെയ്തിട്ടാണ് വരിക. ഓരോ ആൾക്കാർക്കും ഓരോ പണി കൊടുത്തിട്ടുണ്ടാവും ഒരു സൺഡേ ദിവസങ്ങളിൽ. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്തു പോകുന്നതേ ഉള്ളൂ. ഇനി ഇതേ മോനെ ഇവിടെ ഭിത്തിയിൽ അവൻ തന്നെ ചവിട്ടി നല്ലതുപോലെ അഴുക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മാജിക് സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് നോക്കൂ, ചിലപ്പോൾ പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതേ പുള്ളി റബ്ബ് ചെയ്തപ്പോൾ തന്നെ നല്ലോണം മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ അവന് അതൊരു ഇൻട്രസ്റ്റ് ആയി. നമ്മൾ നീറ്റായി കാണുമ്പോൾ വീണ്ടും വീണ്ടും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കൊച്ച് വേഗം അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയിട്ടോ. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭിത്തിയിലൊക്കെ ഇതുപോലെ ക്രയോണും പെൻസിലൊക്കെ ഇട്ട് വരഞ്ഞിട്ടും പിന്നെ അവരുടെ കൈ പിടിച്ചിട്ട് അങ്ങനെ അപ്പടി പാടാവുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു മാജിക് സ്പോഞ്ച് ഓൺലൈനിൽ അത്ര റേറ്റ് ചെയ്യല്ലോ കേട്ടോ. വളരെ ചെറിയ റേറ്റിൽ 5-6 പീസൊക്കെ കിട്ടുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് അധികം തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. സ്വിച്ച് ബോർഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പറയേണ്ടത് ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റിൻ്റെ ഇവിടെ എവിടെയെങ്കിലും ഞാൻ ടാഗ് ചെയ്തിട്ടേക്കാവേ. നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വാങ്ങിച്ചോ. പിന്നെ അതുപോലെ ഈ അരികുകളില്ലേ, ഈ അരികുകൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഇതിന് മാത്രം അഴുക്ക് എങ്ങനെ ഈ ഒരു സൈഡിൽ വരുന്നത് എന്ന്. അപ്പം ആ ഒരു സൈഡ് ഈ ഒരു മാജിക് സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്തപ്പോൾ തന്നെ പിന്നെ ഒരു കോട്ടൺ തുണി വെച്ച് ഒന്ന് തുടച്ചാൽ മതി കേട്ടോ. അപ്പം തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ മിക്കവാറും പല്ലിക്കാട്ടാണ് കൂടുതലുണ്ടാവുക. പിന്നെ നമ്മുടെ ഈ ഒരു ചൂല് വെച്ച് അടിച്ച് കഴിഞ്ഞാലാണ് ഈ ഒരു ചൂല് കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നു. ഞാനിപ്പോൾ ഈ ഒരു ചൂല് വാങ്ങിച്ചിട്ട് 2 വർഷം ആവാറായി. ഈ ഒരു കയറി താമസം സമയത്ത് വാങ്ങിച്ചതായിരുന്നു. പുല്ലിൻ്റെ ചൂലല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ വരുന്നതാണ്. അപ്പം മുടിയും അതുപോലെ ഈ പിങ്കിയുടെ പൂടയൊക്കെ ഇതുപോലെ കെട്ടുപടഞ്ഞു കിടക്കും. അതുകൊണ്ട് അതെടുത്ത് കളയാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇനി നമുക്ക് തറ കൂടി ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇത് ഞാനില്ലേ കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോസാണ്. കാരണം അന്ന് എനിക്ക് തറ തുടച്ചിട്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. എൻ്റെ ഫോണിൽ തീരെ സ്പേസ് ഉണ്ടായില്ല കേട്ടോ. അപ്പം ഞാനിതേ തറ തുടക്കാൻ എടുക്കുന്നത് ഒരു പെർഫ്യൂമാണ്, ബ്രൂട്ട് പെർഫ്യൂം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടില്ല, കടകളിലൊന്ന് അന്വേഷിച്ച് നോക്കും. അങ്ങനെ നമ്മുടെ വിഷു ക്ലീനിങ് ഇവിടെ അവസാനിക്കുവാണ് കേട്ടോ. അല്ലാത്ത നമ്മുടെ കുറേ ക്ലീനിങ് ചലഞ്ചസും ക്ലീനിങ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. ഇവിടെ താഴെയില്ലേ ഞാൻ അതിൻ്റെ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് വേറെ ക്ലീനിങ് വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. വേറെയും കുറേ ക്ലീനിങ് വീഡിയോസ് ചെയ്യണമെന്നൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ.
പ്ലാനിങ്. അവധി ആയതും കുട്ടികൾക്ക് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ നാട്ടിലോട്ട് പോകുന്നു ഞങ്ങൾ. കുറച്ച് ദിവസം നാട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇനി പോയിട്ടേ ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ വീട് കണ്ണൂരാണ് കേട്ടോ. ഞങ്ങൾ വീടെടുത്ത് താമസിക്കുന്ന എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ബാക്കിയുള്ള വീഡിയോസൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താഴെ ഞാനിവിടെ പ്ലേലിസ്റ്റ് കൊടുക്കാം. നിങ്ങൾ ക്ലീനിങ് ചലഞ്ചസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.